കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യുവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ദൈവകൃപയാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ ആഴമുള്ളതായ ആത്മീയമായ ചിന്തകൾ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ നന്നായി മനസ്സിലാക്കുന്നു, ഇത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീർന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ എപ്രകാരമായിരിക്കണം തുടങ്ങിയതായ അനേക ആത്മീയമായ കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഞാൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ പഠിക്കുന്നതായ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുണകരമായി തീരണം. നമ്മുടെ ജീവിതത്തെയും അതേ സ്വഭാവത്തെയും വ്യത്യസ്തമാക്കണം. അതേപോലെ തന്നെ ദൈവത്തോടുള്ള നമ്മുടെ സമീപനത്തിൽ കാതലായ മാറ്റം വന്ന് അത് നമ്മളുടെ ആത്മീയമായ ജീവിതത്തിൽ നമ്മളെ തികച്ചും വ്യത്യസ്തരാക്കി നിർത്തുവാൻ ഇടയാകണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഈ വചനം കേട്ടതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മളിലുണ്ടായെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഓരോ ദിവസവും ദൈവവചനത്തിലൂടെ തന്നെ നമുക്ക് നമ്മളെ തന്നെ കാണുവാൻ കഴിയണം. വചനത്തെ പലപ്പോഴും ഒരു കണ്ണാടിയായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. നമ്മൾ എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാറില്ലേ? അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്ത്, അതുപോലെ നമ്മുടെ വസ്ത്രങ്ങളിൽ നമ്മൾ വരുത്തേണ്ടതായ മാറ്റങ്ങൾ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെടാൻ കഴിയുന്നത്, ഇതൊക്കെയല്ലേ നമ്മൾ പരിശോധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണാടിയാണ് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുന്നത് വഴി നമുക്ക് നമ്മെ പൂർണ്ണമായിട്ടും കാണുവാൻ സാധിക്കും. കേവലം നമ്മളുടെ ബാഹ്യമായ അവസ്ഥ മാത്രമല്ല, നമ്മളുടെ ആന്തരികമായ അവസ്ഥ, അതായത് നമ്മളുടെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇതുതന്നെയാണ്. ആ വചനമെന്ന കണ്ണാടി നിങ്ങളുടെ മുമ്പാകെ പിടിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് തീർച്ചയായിട്ടും എന്നെയും അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള വസ്തുത ഞാൻ ഒരിക്കലും മറന്നു പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചത് അബ്രഹാം, അതേപോലെ തന്നെ തൻ്റെ സഹോദരപുത്രനായ ലോത്ത്. ആ ലോത്ത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല, തൻ്റെ അമ്മാവൻ്റെ ഇഷ്ടപ്രകാരമോ ഉപദേശത്താലോ അല്ല, തൻ്റെ സ്വന്തം ഇഷ്ടത്താൽ സോദോം എന്ന ആ വളരെ മനോഹരമായ ദേശം തിരഞ്ഞെടുത്തു. പക്ഷേ ആ ദേശം താൻ തിരഞ്ഞെടുക്കുമ്പോൾ ലോത്ത് ഒരിക്കലും അവിടുത്തെ പാപത്തെ ഗൗരവമായി കണ്ടില്ല. അതിൻ്റെ തിക്ത അനുഭവങ്ങളെല്ലാം തന്നെ ലോത്ത് അനുഭവിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ 19-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ ചില രത്നചുരുക്കങ്ങൾ മാത്രം പറഞ്ഞ് ഇന്ന് 20-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 19-ാം അധ്യായം അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോത്ത് സോവാർ പട്ടണത്തിൽ തൻ്റെ കുടുംബത്തോടൊപ്പം താമസിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തൻ്റെ ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ തൻ്റെ പെൺമക്കളുമായുള്ള ജീവിതത്തിൽ താനായിരുന്നു. താൻ പിന്നീട് പർവ്വതത്തിലേക്ക് പോയി അവിടെ താമസിച്ചു. അവിടെ വെച്ച് തൻ്റെ പെൺമക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ തനിക്കുണ്ടായി. അതുവഴി സോദോമിൽ വലിഞ്ഞുപോയ നീതിമാൻ എന്നറിയപ്പെട്ട ലോത്ത് തീർത്തും പാപത്തിൻ്റെ ആഴക്കടലിലേക്ക് അവൻ ഇറങ്ങിച്ചെന്നു. ദൈവം അവനോട് കാണിച്ചതായ കൃപകളെല്ലാം തന്നെ അവന് നഷ്ടപ്പെട്ടു എന്ന് വേണം നമുക്ക് കരുതുവാൻ. ദൈവം അവനോട് അബ്രഹാമിലൂടെ കാണിച്ചതായ നീതി അവൻ നഷ്ടപ്പെടുത്തി എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഫലത്തിൽ എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് പിന്നീട് ശത്രുക്കളായി മാറുന്നതായ അമ്മോന്യർക്കും അതേപോലെ തന്നെ മോവാബ്യർക്കും പിതാവായി ലോത്ത് മാറി. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി നിൽക്കുന്ന 2 കൂട്ടം ജാതികളെ ലോത്തിലൂടെ അല്ലെങ്കിൽ ലോത്ത് പിതാവായി ഉളവാകുവാനിടയായി തീർന്നു. അവരെപ്പോഴും ദൈവത്തോട് മത്സരിച്ചു. അവരെപ്പോഴും ദൈവത്തിൻ്റെ ജനത്തോട് മത്സരിച്ചു. നോക്കൂ, അബ്രഹാം ഒരു അനുഗ്രഹമായപ്പോൾ ലോത്ത് ഒരു അനുഗ്രഹമാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ തലമുറകളിലൂടെ ദൈവനാമത്തെ നമുക്ക് ഉയർത്തുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, ആഗ്രഹിക്കേണ്ടത് നമ്മുടെ തലമുറകളിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. നമ്മിലൂടെ ദൈവനാമം ഉയർത്തപ്പെട്ടതിനേക്കാൾ ഉപരിയായി നമ്മുടെ തലമുറകളിലൂടെ ദൈവനാമം ഉയർത്തപ്പെടണം എന്നുള്ളതാണ്
യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് ധ്യാനിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുന്നു. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കൂടിയിരുന്ന് ഗരാരിൽ പരദേശിയായി പാർത്തു. ഗരാരിൽ, ഈ ഗരാർ എന്ന സ്ഥലം മെഡിറ്ററേനിയൻ കടലിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതായ ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ ഒരു ഫെലിസ്തീയ ദേശം കൂടിയാണ് ഈ ഗരാർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിനെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത്. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവളെൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞു. ഗരാർ രാജാവായ അബീമലേക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. ഞാൻ ഈ 1-2 വാക്യങ്ങൾ വായിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ വലിയൊരു ബലഹീനത അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ബലഹീനത ഉണ്ടെങ്കിൽ അത് ആവർത്തിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകളെ പിശാച് എപ്പോഴും ഓർമ്മ വച്ചിട്ട് ആ ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിൽ നിന്ന് വളരെ അകറ്റിക്കൊണ്ടു പോകാനാണ് പിശാച് എപ്പോഴും പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണവും അതിനൊരു പാഠവുമാണ് നമ്മൾ ഇന്നിവിടെ വായിച്ചതായ വാക്യം. അബ്രഹാം എന്താണ് പറയുന്നത് നോക്കൂ. അബ്രഹാം ഗരാരിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു എന്ന് പറയുമ്പോൾ പരദേശികളായ ആളുകളെ അവിടെയുള്ള ആളുകൾ എപ്പോഴും വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കും. അങ്ങനെ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോൾ അബ്രഹാം തൻ്റെ ഒരു പഴയ ബലഹീനത അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദേശത്ത് ക്ഷാമമുണ്ടായി, ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രൈമിൽ എത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായോട് പറഞ്ഞത്, ഇതാ നീ സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോട് രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അങ്ങനെ അബ്രാം മിസ്രൈമിലെത്തിയപ്പോൾ സ്ത്രീ അതിസുന്ദരി എന്ന് മിസ്രൈമ്യർ കണ്ടു. ഫറവോൻ്റെ പ്രഭുക്കന്മാരും അവളെ കണ്ടു. ഫറവോൻ്റെ മുമ്പാകെ അവളെ പ്രശംസിച്ചു. സ്ത്രീ ഫറവോൻ്റെ അരമനയിൽ പോകേണ്ടി വന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 2 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സാറ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകുമോ എന്ന് മാത്രമല്ല, അബ്രഹാമിൻ്റെ ഒപ്പം ആയുധധാരികളായ അതേ അഭ്യാസികളായ ആളുകളുണ്ട്. അവർക്കെതിരെ മിസ്രൈ രാജാവ് കടന്നു വന്ന് അവരെ തോൽപ്പിച്ച് അബ്രഹാമിനെ വകവരുത്തി സാറായെ കൈക്കലാക്കുമോ എന്നുള്ള ഒരു ഭയം അതേ അബ്രഹാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന അബ്രഹാം ദൈവത്തെ അല്പമായി അവിശ്വസിച്ചുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ അബ്രഹാം തനിക്ക് തോന്നിയതായ തൻ്റേതായ ഒരു പദ്ധതി താൻ ആവിഷ്കരിക്കുക. എന്തിനു വേണ്ടി? തൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി, അതേപോലെ തന്നെ സാറായിയുടെ സംരക്ഷണത്തിന് വേണ്ടി. ഇനിയും ശ്രദ്ധിക്കുക, ദൈവം നമ്മെ കണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ രക്ഷിക്കുവാൻ തൻ്റേതായ പദ്ധതിയുണ്ട്. എന്നാൽ ദൈവത്തെ നമ്മൾ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും അവിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള പദ്ധതികൾ കടന്നു വരും. ഇവിടെ പിശാച് എന്താ ശ്രമിക്കുന്നത്? പിശാചിന് മനസ്സിലായി അബ്രഹാം തൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ അവൻ ദൈവത്തെ വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കി. അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരുക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇതൊരു വലിയൊരു പാഠമാണ്. അതായത് നമ്മൾ ചില വിഷയങ്ങളിൽ ബലഹീനരാകുമ്പോൾ പിശാച് നമ്മെ ആ വിഷയങ്ങളിൽ പിടിക്കുവാൻ പരമാവധി ശ്രമിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സന്ദർഭങ്ങളെല്ലാം തന്നെ ദൈവം ഇടപെടുന്നുണ്ട്. ദൈവം ഇടപെടുന്നു. 17-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. നോക്കൂ, ഇവിടെ അബ്രഹാം രക്ഷപ്പെടുന്നത് ഒരിക്കലും അബ്രഹാമിൻ്റെ പദ്ധതിയാലല്ല, മറിച്ച് അബ്രഹാം രക്ഷപ്പെടുന്നത് അവിടെ എല്ലാം ദൈവം ഇടപെടുന്നത് കൊണ്ടാണ്. നോക്കൂ, നമ്മൾ നമ്മുടെ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? അതെ, ആ പദ്ധതി വിജയിക്കും, ഞാൻ അതിൽ വിജയശ്രീലാളിതനായി തീരും, അതിന് എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല. പക്ഷേ അബ്രഹാമേ, നീ മനസ്സിലാക്കണം, അവിടെ പോലും നീ രക്ഷ പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ മാത്രമാണ്, ദൈവത്തിൻ്റെ ഇടപെടലിനാൽ മാത്രമാണ്. 20-ാം അധ്യായത്തിൽ അതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അതേ, അബ്രഹാം പിൽക്കാലത്ത് അതേ നല്ല പ്രായത്തിലേക്ക് എത്തുന്ന ഈ സന്ദർഭത്തിൽ അതേ തെറ്റ് അബ്രഹാം വീണ്ടും ആവർത്തിക്കുകയാണ് 20-ാം അധ്യായത്തിൽ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരിക്കലും നമ്മുടെ പദ്ധതികളിലല്ല ആശ്രയിക്കേണ്ടത്.
നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അവനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്നുണ്ടെങ്കിൽ, അതേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ, അതേ നമ്മൾ സാധ്യത കാണുന്നതായ പ്രശ്നങ്ങളിൽ പോലും വി ക്യാൻ ട്രസ്റ്റ് ഇൻ ദ ലോഡ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയും. ഒരിക്കലും സ്വന്തം പദ്ധതികളിൽ നമ്മൾ ഊന്നരുത്. യഹോവനെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സദൃശ്യവാക്യങ്ങളിലും നമുക്ക് അതേ കാര്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും നമ്മൾ നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അങ്ങനെ ഊന്നിയാൽ എന്താ സംഭവിക്കുന്നത്? അതേ അബ്രഹാമിന് അവിടെ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമുണ്ടാകുമായിരുന്നു. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ തന്നെ വൃഥാവായി മാറുന്നതായ സാഹചര്യമായിരുന്നു ഈ രണ്ട് ഭാഗത്തും, അതേ 12-ാം അധ്യായത്തിലും അതേ 20-ാം അധ്യായത്തിലും. അടുത്ത ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ദൈവം എന്താണ് അവിടെ ചെയ്യുന്നതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ധാരാളം ആത്മീയമായ സത്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നാം വാസ്തവത്തിൽ ദൈവത്തിലാണോ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്, അതോ നമ്മുടെ സ്വന്തം വിവേകങ്ങളിലാണോ നമ്മൾ ഊന്നുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ ഒരു വിഷയത്തിൽ നമ്മളൊരു കറക്ഷൻ വരുത്തണം. ദൈവമേ, പൂർണ്ണമായിട്ടും അങ്ങിൽ ആശ്രയിപ്പാൻ, അങ്ങിൽ വിശ്വസിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടേതായിട്ടുള്ള പ്ലാനിൽ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ഞങ്ങളാണ് ആലോചിക്കേണ്ടത്, ഞങ്ങളാണ് പദ്ധതി തയ്യാറാക്കേണ്ടത്, ഞങ്ങളാണ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങനെയല്ല. ദൈവം ഞങ്ങളെ വിളിച്ചെങ്കിൽ, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളല്ല, ദൈവമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതിനായി ദൈവം മുമ്പാകെ സമർപ്പിക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.